വലിയ അതീവമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ആന വളരെ അപകടകാരിയാണെന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. വലിയ രീതിയിൽ ജനങ്ങൾക്കൊക്കെ ശല്യം ഉണ്ടാകുന്നത്. ഈ ആന വലിയ അപകടകാരിയായിരുന്നു അല്ലേ? ഒരാഴ്ചയായിട്ട് അവിടെ കയറുന്നു. പലപ്പോഴും നാട്ടുകാർക്കൊക്കെ അടുത്ത് പാഞ്ഞെടുക്കാറുണ്ട്. അതെ അതെ അതെ, ഒരു 5 ദിവസമായിട്ട് ഇതിന്റെ പിന്നിൽ തന്നെയാണ് എല്ലാവരും ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീടുകളിലെ മതിലുകളൊക്കെ തകർത്തു. 1-2 വീട് മതിൽ തകർത്തുണ്ട്. എന്തൊക്കെയാ വാഴയൊക്കെ വലിച്ചിട്ട് ഇതായി പ്രശ്നങ്ങളാണ്. ആന വലിയ രീതിയിൽ അഗ്രസീവാണ്. ഇത് ആളുകളുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുന്നു. അതോടൊപ്പം തന്നെ വാഴയും മതിലുമൊക്കെ കുത്തിപ്പൊളിക്കുന്നു, ചവിട്ടിയിടുന്നു. അങ്ങനെ വലിയ ഭീഷണി ആളുകൾക്ക്, വലിയ ശല്യം എന്ന് തന്നെ പറയാം. ഏകദേശം 1.5 ആഴ്ച ഈ ഒരു ശല്യം ഈ ആനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് പ്രദേശവാസികൾ പറയുന്നു. അങ്ങനെയാണ് അവരുടെ ആവശ്യപ്രകാരം ഇങ്ങനെ ജനപ്രതിനിധികളടക്കം നടത്തിയ യോഗത്തിൽ ഈ ആനയെ ഓടിപ്പിക്കാൻ അല്ലെങ്കിൽ ഇവിടെ നിന്ന് തുരത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെ ആന തുരത്തി ഇപ്പോൾ വനമേഖലയിലേക്ക്, കാടിന്റെ ഉള്ളിലേക്ക്, കൂടുതൽ ഉൾക്കാട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഉൾക്കാട്ടുകളിലേക്ക് ആനയെ എത്തിക്കുക എന്നുള്ളതാണ് ഒരു പരിഹാരമായി കാണുന്നത്. ഏകദേശം ഒരാഴ്ചയായുള്ളൂ. ഒരുപക്ഷെ തമിഴ്നാട് ഭാഗത്ത് നിന്ന് വന്ന ആനയാണെന്നുള്ളതാണ് സംശയിക്കുന്നത്. വാളയാർക്കാടിന്റെ അപ്പുറത്ത് നിന്ന് ആണ് ആന ഇവിടേക്ക് എത്തിയതെന്നുള്ളതാണ് പലപ്പോഴും പ്രദേശവാസികൾ പറയുന്ന ഒരു പ്രധാന ആരോപണം. ഈ ആന ഇവിടെ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. ആദ്യമായാണ് ഒരാഴ്ച മുൻപ് പുതുശ്ശേരിയിൽ കഞ്ചിക്കോട് മേഖലയിലേക്ക് എത്തുന്നത്. അതിനുശേഷം വളരെ അഗ്രസീവായി ജനങ്ങളുടെ അടുത്തും അതോടൊപ്പം തന്നെ വനം വകുപ്പിനടുത്തും, വനം വകുപ്പ് പലപ്പോഴും ഈ ആന ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ തിരിച്ച് ഓടിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ നമ്മുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ പല ഉദ്യോഗസ്ഥരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ ഔദ്യോഗികമായി പലപ്പോഴും പറയുന്നില്ല എങ്കിൽ കൂടി നമ്മളോടുള്ള സംഭാഷണങ്ങളിലൊക്കെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം വിഷമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ്. ആന വലിയ രീതിയിൽ പ്രശ്നക്കാരനാണ്. ജനങ്ങളുടെ ഭാഗത്തേക്കും അതോടൊപ്പം തന്നെ അവർ കൃഷിയിടങ്ങളിലേക്കൊക്കെ പാഞ്ഞെടുക്കുന്ന സ്ഥിതിയുണ്ട്. അത്തരത്തിലൊരു ഭീഷണിയുള്ള സാഹചര്യത്തിൽ നിന്നാണ് ആനയെ ഇപ്പോൾ തുരത്തി ഓടിക്കുന്നത്. കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഫെൻസിംഗ് ഒക്കെ പൊളിച്ചാണോ ഈ ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത്? തീർച്ചയായും. അതായത് ഇത് ഒരു തോട്ടമാണ്. ഈ തോട്ടത്തിന്റെ ഭാഗത്തുള്ള ഫെൻസിംഗ് ആണ്. പക്ഷേ നമ്മൾ ഈ പറയുന്ന പുതുശ്ശേരി മേഖല അല്ലെങ്കിൽ ആ മേഖല പരിശോധിക്കുകയാണെങ്കിൽ അവിടെ പലയിടങ്ങളിലും സമാനമായ രീതിയിൽ ഫെൻസിംഗ് പൊളിച്ച് നിരവധി ആനകൾ വരാറുണ്ട്. ഇപ്പോൾ ഇവർ പറയാറ്, ചേട്ടാ, പലപ്പോഴും നിരവധി ആനകൾ നിങ്ങളുടെ പ്രദേശത്തേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഇവിടേക്കൊക്കെ എത്താറുണ്ടോ? നിരവധി ആനകൾ എത്താറുണ്ട്? ഇല്ലല്ലേ, ഇപ്പൊ ഈ സമയം കൊണ്ടാണ് കുറെ ആനകൾ ഇങ്ങോട്ട് വരാറുള്ളത്. മഴക്കാലാകുമ്പോൾ കുറയല്ലേ ചെയ്യുന്നത്? അതെ, മഴക്കാലാകുമ്പോൾ ഇന്ന് ഇത് ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂ ആയിട്ട് ഇവിടെ ഉണ്ട്. ഈ ആന മാത്രം പിന്നെ കുറച്ച് മുൻപുണ്ടായിരുന്നു, 1 മാസം മുൻപ് ഒരു കൂട്ടത്തോടെ വന്നിട്ട് അതങ്ങനെ തന്നെ പോകും. പലപ്പോഴും ഈ പുതുശ്ശേരിയിലെ ഈ ഫെൻസിങ് പൊളിച്ചാണ്. കാടിന്റെ വാളയാർക്കാട്ടിലെ നമ്മള് തൊട്ട് പുറകില് മലയാണ്, അപ്പൊ അതിന്റെ അവിടെ നിന്ന് താഴോട്ട് അതെ. അപ്പൊ അവിടെ ആ വഴി കൂടെ തന്നെയാണ് ഈ ആന. അതെ 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 അതെ. തമിഴ്നാട്ടിൽ നിന്നാണ് അറിയില്ല, അങ്ങനെ പറയുണ്ടായിരുന്നു. ഒരാഴ്ചയുടെ ഇവിടെ തന്നെയാണ്. എല്ലാവർക്കും പേടിയും എല്ലാ കാര്യം ഉണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് പറയുന്ന വലിയ പേടിയുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു ആന ഇനി അപ്പുറത്തെ ഏത് മേഖലയാണുള്ളത് ഈ കാടിന്റെ അപ്പുറം? ഇനിയിപ്പോൾ ഈ കാടിന്റെ അപ്പുറം പറഞ്ഞ റെയിൽവേ ട്രാക്കിന്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ ഫുള്ളും വനമേഖലയാണ്. അങ്ങോട്ട് കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. അങ്ങോട്ടേക്ക് നമ്മളുടെ മലഭാഗത്തേക്ക് അങ്ങോട്ടേക്ക് കയറ്റി വിടുകയാണ്. എത്ര ദൂരം ഉണ്ട് ഇവിടുന്ന്? ഇപ്പോൾ ഇവിടുന്ന് ഒരു 1.5-2 കിലോമീറ്റർ ദൂരമോളം ഉണ്ടാവും മലയിലേക്ക്. അത് കഴിഞ്ഞിട്ട് പാലക്കാട് പുതുശ്ശേരിയിലാണ് സംഭവം. ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയെ കണ്ടെത്തിയിരിക്കുന്നു. അതിനെ തുരത്തി ഓടിക്കുന്ന ശ്രമങ്ങളാണ് അവിടെ പുരോഗമിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ, ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് പടക്കം എറിഞ്ഞുകൊണ്ട് അതിനെ കുങ്കിയാനയുടെ അടുത്തേക്ക് എത്തിച്ച് കുങ്കിയാന ഉപയോഗിച്ച് ഉൾവനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പാണ് അവിടെ നടക്കുന്നത്.